നമസ്കാരം. ഇന്ന് നമ്മൾ നെപ്പോളിയൻ ഹില്ലിന്റെ ആ ഒരു ക്ലാസിക് പുസ്തകമുണ്ടല്ലോ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അതെ അതിലേക്കൊരു ആഴത്തിലുള്ള നോട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അതെ വളരെ പ്രശസ്തമായ ഒന്നാണത്. വിജയമെന്ന് പറയുന്നത് അത് വെറുതെ കിട്ടുന്ന ഒന്നല്ല അല്ലേ, ഒരു ചിട്ടയായ മാനസിക പ്രയത്നം വേണം എന്നാണ് ഇതിലെ ഒരു കാതൽ. ശരിയാണ്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണം, ഒരു വ്യക്തമായ ലക്ഷ്യം വേണം. അതെ അങ്ങനെ പ്രവർത്തിച്ചാൽ എന്തും നേടാം എന്നാണ് പുസ്തകം പറയുന്നത്. അപ്പോ ഈ പുസ്തകത്തിൽ ഒരു 13 തത്വങ്ങളുണ്ട്, വിജയത്തിലേക്കുള്ള പടികൾ പോലെ. വെറുതെ അതങ്ങ് ലിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എങ്ങനെയാണ് അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ അതും ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ ഏതായിരിക്കും ഏറ്റവും പ്രസക്തമെന്ന് നമുക്കൊന്ന് നോക്കാം. തുടങ്ങാം അല്ലേ? തുടങ്ങാം. ആദ്യത്തത് തന്നെ വളരെ പവർഫുള്ളാണ്. തീവ്രമായ ആഗ്രഹം, ഡിസയർ. വെറുമൊരു ആഗ്രഹം മതിയോ? ഒരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം. ബേണിംഗ് ഡിസയർ. അതെ, അതായത് നിങ്ങളുടെ ലക്ഷ്യം അതെന്തുമാവട്ടെ, അത് നേടണം എന്നൊരു അടങ്ങാത്ത ഒരു അഭിനിവേശം, എന്തു വില കൊടുത്തു നേടണം എന്നൊരു തോന്നല്. ഓക്കെ, സാധാരണ ആഗ്രഹങ്ങൾ ചിലപ്പം വരും പോകും. അതുതന്നെ. പക്ഷേ ഈ തീവ്രമായ ആഗ്രഹമുണ്ടല്ലോ, അതാണ് ശരിക്കും ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇന്ധനം. ആ ലക്ഷ്യം മനസ്സിൽ നല്ല വ്യക്തമാവണം, അതിൽ നിന്ന് മാറാനും പാടില്ല. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശരി. അപ്പോ ആ ആഗ്രഹം കിട്ടി, അതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ അടുത്തതായിട്ട് വിശ്വാസം വേണം എന്ന് പറയുന്നു. ഫെയ്ത്ത്. വിശ്വാസം. ഈ ലക്ഷ്യം എനിക്ക് നേടാൻ പറ്റും എന്നൊരു ഉറച്ച ബോധ്യം. പക്ഷേ ഇതെങ്ങനെ വരും? ഇതൊരു വെറും ഒരു ശുഭാപ്തി വിശ്വാസമാണോ, അതോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണോ? ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്, തീർച്ചയായും. അവിടെയാണ് പുസ്തകത്തിലെ സ്വയം നിർദ്ദേശം അഥവാ ഓട്ടോ സജഷൻ എന്ന ആശയം വരുന്നത്. ഓട്ടോ സജഷൻ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുക, മനസ്സിലത് വീണ്ടും വീണ്ടും പറയുക, അത് കിട്ടിയതായി സങ്കൽപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ പരുവപ്പെടുത്തുന്നൊരു രീതിയാണിത്. ഓക്കെ. ആ പുസ്തകത്തിലെ ഏറ്റവും ഫേമസ് ആയൊരു വാചകമില്ലേ, മനസ്സിന് സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നേടാനാകും. ശരിയാണ്. whatever the mind can conceive and believe, it can achieve. അതെ. അപ്പോൾ ഇത് വെറുതെ ആഗ്രഹിക്കലല്ല, നിങ്ങളുടെ ഒരു മെന്റൽ സ്റ്റേറ്റിനെ വിജയത്തിനു വേണ്ടി ട്യൂൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായി. അപ്പോ ചിന്തയായി, വിശ്വാസമായി അത് ഉറച്ചാൽ മാത്രം മതിയോ? അടുത്ത പടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നു. അതെ, കുറച്ചുകൂടി പ്രായോഗിക തലത്തിലേക്ക് വരുന്നുണ്ട്. പ്രത്യേക വൈദഗ്ധ്യം, സ്പെഷ്യലൈസ്ഡ് നോളജ്, പിന്നെ സംഘടിതമായ ആസൂത്രണം, ഓർഗനൈസ്ഡ് പ്ലാനിംഗ്, വേഗത്തിൽ തീരുമാനമെടുക്കുക, ഡിസിഷൻ, പിന്നെ സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ്. ഇത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആ തീരുമാനം